സർ, ഇസ്രായേലിലെ ആണവ കേന്ദ്രം ഇറാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു ആണവ കേന്ദ്രം ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാന്റെ അവസ്ഥ പരിതാപകരമാകുമോ, അതോ ഇസ്രായേലിന്റെ അവസ്ഥയായിരിക്കും പരിതാപകരമായിട്ടുണ്ടാവുക? ഇറാന്റെ കാര്യത്തിൽ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാനുണ്ട്. ഇറാൻ എന്താണ് പരിതാപകരാനുള്ളത്? ഇപ്പോഴത്തെ നിലയ്ക്ക് അവർക്ക് എന്തും ചെയ്യാം. ഒന്നാമത്തെ കാര്യം, അവരുടെ പരമോന്നത നേതാവിന്, അവരുടെ ആത്മീയ നേതാവും കൂടിയാണെന്ന് ഓർക്കണം, ഖമനൈ, അദ്ദേഹത്തെ കൊന്നു. ഇങ്ങനെ ഒരാളെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് നേരെ നടപടി ഉണ്ടാകേണ്ട എപ്പോഴാണ്? ഏറ്റവും അവസാനമാണ്, അല്ലേ? ഒരു പരമോന്നത നേതാവ്, കാരണം തീരുമാനം എടുക്കേണ്ട അവസാനത്തെ ആൾ. അദ്ദേഹം ആ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് തീരുമാനം എടുക്കാൻ അവസാനം വരെ ഉണ്ടാവണം. ആ ആളെ ആദ്യം തട്ടി. അപ്പോൾ ഒരു ഉപന്യാസം എഴുതുമ്പം അവസാന പാരഗ്രാഫ് ആദ്യം എഴുതി. ഇതാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ ചെയ്തത്. അപ്പോൾ അവസാന പാരഗ്രാഫ് ആദ്യം കൊണ്ട് എഴുതി പിന്നെ എഴുതാൻ എന്താ ഉള്ളത്? ഇറാനെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കുള്ളൂ. അവരുടെ ഏറ്റവും അവസാനം, അവരെല്ലാം സംരക്ഷിച്ച് അവസാനം വരെ നിർത്തേണ്ട ആളെ ഇവരാദ്യം കൊന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തും ആവല്ലോ അവർക്ക്. ഇനി എന്ത് പ്രതികാരം ആയിക്കൂടെ? കൈവിട്ട കളിയാവാം. കാരണം കൈവിട്ട കളിയാന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും അറ്റാക്ക് ചെയ്യുന്നത്. ഇറാനുമായിട്ട് ഏറ്റവും മികച്ച ബന്ധമുള്ള രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ഒമാനും മറ്റൊരു ടർക്കിയാണ്. ഈ ടർക്കിക്കും ഇറാനും ഇടയിൽ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് വിസയുടെ ആവശ്യമില്ല. അവർക്ക് പാസ്പോർട്ട് മതി. രണ്ട് രാജ്യത്തും പൗരന്മാർക്ക് നിർബാധം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അത്ര മികച്ച ബന്ധമായി രണ്ട് രാജ്യവും തമ്മിലുള്ളത്. ടർക്കി എന്ന് പറയുന്നത് പഴയ ഒട്ടോമൻ സാമ്രാജ്യമാണ്. ഇറാൻ എന്ന് പറയുന്നത് പഴയ പേർഷ്യൻ സാമ്രാജ്യമാണ്. വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ രണ്ട് രാജ്യങ്ങൾ, രണ്ടിടത്തും ഇസ്ലാമാണുള്ളത്. ഇവരും ശത്രുതയില്ല, ഒരു ശത്രുതയില്ല, വളരെ അടുത്ത ബന്ധമാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും നിർബാധ ആൾക്കാർക്ക് സഞ്ചരിക്കുക. എന്നിട്ടും ടർക്കിയിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ പറന്നു. ഒമാനിലെ പോർട്ടും നഗരങ്ങളും അടക്കം ആക്രമിക്കപ്പെട്ടു. മറ്റ് രാജ്യങ്ങളുടെ കാര്യം പിന്നെ പറയണ്ട. ഇറാനുമായിട്ട് നല്ല ബന്ധം പല ഗൾഫ് രാജ്യങ്ങൾക്കും ഇല്ല. കാരണം ഷിയ സുന്നി പ്രശ്നങ്ങൾ, അനുബന്ധ പ്രശ്നങ്ങളൊക്കെ നിൽക്കുകയാണ്. പിന്നെ അമേരിക്കയുള്ള അടുപ്പം മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്, ഇറാന് ശത്രുതയുള്ളത്. ഇതെല്ലാം പരിഗണിച്ച് എല്ലായിടത്തേക്കും. പക്ഷേ ഇതെന്തിനാണ്? ഇത് കൂടാതെ യുദ്ധത്തിനിറങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് UK ഒരു കേന്ദ്രം ആക്രമിക്കപ്പെട്ടു, സ്പെയിനിൻ്റെ കേന്ദ്രം, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഒരു കേന്ദ്രം ആക്രമിക്കപ്പെട്ടു. അത് കാരണം അമേരിക്ക ഇപ്പം UK ഫ്രാൻസും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിലേക്ക് അവർ വന്നു. സ്പെയിൻ തയ്യാറല്ല. അപ്പം ഇറാൻ എന്താ ചെയ്തത്? ഇറാൻ യുദ്ധത്തെ മാക്സിമൈസ് ചെയ്യാണ്. അത് അനേകം രാജ്യങ്ങളെ അതിൻ്റെ പ്രഹരത്തിലേക്ക്, യുദ്ധത്തിൻ്റെ കെടുതികളിലേക്ക് എത്തിക്കുകയാണ്. അത് നേരിട്ടുള്ള പ്രഹരങ്ങൾ പലയിടത്തും കൊടുക്കുമ്പോൾ പരോക്ഷമായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും ഇതിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. പരോക്ഷമായിട്ട് എന്ന് വെച്ചാൽ, നമുക്ക് എണ്ണ പ്രശ്നം, LPGയിൽ ഇനി നമ്മുടെ ഗ്യാസ് കൺട്രോൾ വരും. നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് ഗ്യാസ് കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാൻ പോവാം. അപ്പം നേരിട്ടുള്ള പ്രഹരം തന്നെ പലയിടത്തും കൊടുക്കുകയാണ്. അപ്പോൾ ഇറാൻ നോക്കുന്നത്, അവിടെ സാമാന്യഗതിയിൽ ഇറാനൊപ്പം നിൽക്കാൻ ഒരു കൂട്ടം രാജ്യങ്ങൾ വേണം, ആ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഈ സഖ്യങ്ങളെ നേരിടണം എന്നല്ലല്ലോ ഇറാൻ ചിന്തിക്കുന്നത്. അവരൊറ്റയ്ക്കാണ്. അവർക്ക് ഡു ഓർ ഡൈ, ഇത് മാത്രമേ ഉള്ളൂ. അതിലെന്താണ് ഡു? വിജയിക്കാനാണോ? ഡു എന്ന് പറഞ്ഞാൽ വാറാണ്. വാറിൻ്റെ എൻ്റെ മരണം തന്നെയായിരിക്കും. അപ്പോൾ ഡൈ ഓർ ഡൈ തന്നെയാണ്. മനസ്സിലായില്ലേ? എന്തായാലും അവിടെ മരണമാണ്. മരിക്കാൻ മാത്രം തീരുമാനിച്ചവർ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും മാക്സിമം പ്രശ്നത്തിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്, ഇറാനെ, ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ സെൻറ്ററിന്, ഇസ്രായേലിൻ്റെ ആണവ രാജ്യം എന്ന് അറിയപ്പെടുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അവിടെയാണ് ഡിമോണ എന്ന് വെച്ചാൽ ഷിമോൺ പെരസ് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ എന്നറിയപ്പെടുന്ന ഡിമോണ ആണവ കേന്ദ്രം അവിടെ അറ്റാക്ക് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണേ. ഒരു തന്ത്രപ്രധാനമായൊരു കേന്ദ്രമാണ്. ഒന്നാമത്തെ കാര്യം, ഇസ്രായേലിന് ഒരു ആണവശക്തിയായിട്ട് ലോകമൊന്നും മൊത്തം കണക്കൂട്ടുന്നില്ല. കാരണം പ്രഖ്യാപിത ആണവശക്തികളിൽ ഇസ്രായേലിൻ്റെ പേരില്ലല്ലോ. പക്ഷേ അവർക്ക് രഹസ്യമായിട്ട് ന്യൂക്ലിയർ റിസർച്ച് ഉണ്ടെന്നും ആണവായുധങ്ങളുണ്ടെന്നും ലോകത്തിന് മൊത്തത്തിൽ ഒരു വീക്ഷണമുണ്ട്. അങ്ങനെ അവർക്കുണ്ടായിരിക്കും. അവർ വെളിയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് ഒരു കപ്പലിലെ മുഴുവൻ യുറേനിയം കൊള്ളയടിക്കപ്പെട്ടതിന് പുറകിൽ ഇസ്രായേലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 1958 നിർമ്മാണം ആരംഭിച്ച് 64 പൂർത്തിയായ ഒരു ഗവേഷണ കേന്ദ്രമാണ് ഡിമോണയിലേത്. ഇതിനെക്കുറിച്ച് പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ പിൽക്കാലത്ത് ഇങ്ങനെയൊന്നുണ്ടെന്ന് വെളിപ്പെടുത്തി. അങ്ങനെ 1984 ലോകത്തിന് മനസ്സിലാവുന്നത് ഇസ്രായേലിൽ ഒരു ആണവ കേന്ദ്രമുണ്ട്. ഇങ്ങനെ ആണവ കേന്ദ്രമുള്ള ഇസ്രായേൽ ആണവ നിർവ്യാപന കരാർ ഒപ്പുവെച്ചിട്ടില്ല. അതും നമ്മൾ ആലോചിക്കണം. അപ്പോൾ അമേരിക്ക ഇറാനോട് ആവശ്യപ്പെടുന്നത് എന്താ? മറ്റു രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയിൽ ആൾക്കാർ വരും, ഇത് പരിശോധിക്കും, നിങ്ങൾ അവരുടെ പരിശോധനയ്ക്ക് നിന്ന് കൊടുക്കണം. ഇതൊന്നും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ബാധകമല്ല. ഇസ്രായേലിൽ ഇങ്ങനെ ആണവ കേന്ദ്രമുണ്ട്, അവർ ആണവ നിർവ്യാപന കരാർ ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ
അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആൾക്കാർക്ക് അവിടെ വന്ന് പരിശോധിക്കാനും പറ്റില്ല. ഇറാനോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇസ്രായേലിനോട് പറയണില്ല. ഇതൊരു തരം തിണ്ണമെടുക്കാണ്. അമേരിക്ക ഇസ്രായേലും കൂടെ ചേർന്നിട്ടുള്ളൊരു കളിയാണ്. ഇപ്പം അമേരിക്ക പറയണത് ഇറാൻ ഇതൊക്കെ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേൽ ഇതൊക്കെ ചെയ്യട്ടെ? അതൊന്നും ചെയ്യുന്നില്ല. ഇസ്രായേലിനെ പോലും രാഷ്ട്രം ലോകത്ത് ആർക്കുമെതിരെ എന്ത് തന്ത്രവും പ്രയോഗിക്കും, എന്ത് സൈനിക നീക്കവും പ്രയോഗിക്കും എന്ന് ലോകത്താർക്കും അറിയാൻ മേലാത്തതല്ല. ആരെ വേണേലും കൊല്ലാൻ മടിക്കില്ല. അവരുടെ ശത്രു രാജ്യങ്ങളെ എന്നല്ല, മിത്ര രാജ്യങ്ങളെ പോലും അവർ വേണമെങ്കിൽ നശിപ്പിക്കാൻ മടിക്കില്ല. അവർക്ക് താല്പര്യമില്ലാത്തൊരു നേതാവ് തലപ്പത്ത് വന്നാൽ കൊല്ലാൻ മടിക്കില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മരണത്തിൽ പോലും ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് സംശയിക്കപ്പെടുന്നുണ്ട് ഇസ്രായേലിൻ്റെ. അമേരിക്കയും ഇസ്രായേലിനും ഒക്കെ ഇവിടെ പല ആൾക്കാരുടെ മരണത്തിൽ പങ്കുണ്ടാവും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇസ്രായേലിനെ പോലും രാഷ്ട്രം ആണവരാഷ്ട്രമായിരിക്കുന്നത് നല്ലതല്ല. ഇറാൻ ആണവരാഷ്ട്രമാകുന്നത് തെറ്റുണ്ടെങ്കിൽ, ലോകത്തിന് ഭീഷണിയുണ്ടെങ്കിൽ അത്രയും തന്നെ ഭീഷണി ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആണവ കേന്ദ്രമാണ് ഡിമോണ. പക്ഷേ ഇറാൻ പറയുന്നു ഞങ്ങൾ ആക്രമിക്കുന്നു. പറഞ്ഞ സ്ഥിതിക്ക് ആക്രമിക്കാൻ തന്നെ ഒരു സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ച് ചർച്ചകളിൽ കൂടി പ്രശ്നം പരിഹരിക്കുന്ന കാലം കഴിഞ്ഞു. അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചർച്ചകളുടെ ഭാഗമായിട്ട് അവർ കൊടുത്ത ഒരു ഓഫർ, ഞാൻ വാർത്തകൾ കണ്ടത് ശരിയാണെങ്കിൽ അവർ പറയുന്നത് ഇതാണ്: സമ്പുഷ്ട യുറേനിയം ഇവിടെ ഇരിക്കുന്നത് ഈ രാജ്യത്തിന് പുറത്തേക്ക് മാറ്റാം, ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഞങ്ങളൊരു ആണവശക്തിയാവും, നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ടും ആക്രമണം ഉണ്ടായി. അവരുടെ പരമോന്നത നേതാവിനെ വധിക്കുകയും ചെയ്തു. ചർച്ചയിൽ ഇങ്ങനത്തെ കാര്യം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാനിച്ച് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറാൻ പിന്നെ തീർച്ചയായിട്ടും ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാനിക്കേണ്ടിയിരുന്നു. ഇസ്രായേലും അമേരിക്ക അതിനെ മാനിക്കേണ്ടിയിരുന്നു. പക്ഷേ അതിനിടയിൽ മറ്റൊരു വാർത്ത ഞാൻ കണ്ടത്, IAEA വരുന്ന സമയത്തൊക്കെ പിന്നീട് ഈ പരിശോധനകൾക്ക് ഇറാൻ വിധേയമായിരുന്നില്ല. കൂടാതെ അവർ പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു ഒരു ആണവ പ്ലാന്റ് കൂടി, ഒരു യൂണിറ്റ് കൂടി അവർ സ്ഥാപിക്കുമെന്ന് കൂടി വെല്ലുവിളിയോട് പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ റിപ്പോർട്ടുകളിൽ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്: ഞങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഈ രാജ്യത്തിന് വെളിയിലേക്ക് മാറ്റാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണല്ലോ ബോംബായിട്ട് മാറണ്ടേ. അത് അവരുടെ കയ്യിൽ ഉണ്ടാവില്ലെങ്കിൽ പിന്നെ ആണവ പ്ലാന്റ് എന്തിനുള്ളതായിരിക്കും? അത് ഊർജ്ജാവശ്യങ്ങൾക്കുള്ളതായിരിക്കില്ലേ? അങ്ങനെ ഒരു കാര്യം കൂടെ ഇത്രയധികം ഓയിൽ ഒക്കെയുള്ള അങ്ങനെ വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആ രാജ്യത്തിന് ഇത്രയും ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കാൻ? ഊർജ്ജം പലർക്കും ആവശ്യമാണ്, പലയിടത്തും. ഓയിൽ മാത്രമല്ലല്ലോ. വൈദ്യുതോർജ്ജം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓയിലിൽ നിന്നല്ലോ എടുക്കണേ. നമ്മൾ ജലവൈദ്യുത പദ്ധതികളല്ലേ ആശ്രയിക്കുന്നത്. ആവശ്യത്തിന് ജലവൈദ്യുത പദ്ധതികൾക്ക് ഡാമില്ലാത്തവരെന്ത് ചെയ്യും? പല രാജ്യങ്ങളും ഇത്തരം റിസോഴ്സ് ഇല്ലാത്തവരാണ് ആണവോർജ്ജത്തെ ആശ്രയിക്കുന്നത്. ഇന്ത്യ പോലും ഇന്ന് കറണ്ട് സർപ്ലസ് ആണെങ്കിൽ അത് നമ്മുടെ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നല്ല, ഫക്രാനങ്കൽ ഡാമോ ഇടുക്കി ഡാമോ ഒക്കെ വെച്ചിട്ടല്ല, കൂടംകുളം പോലുള്ള പദ്ധതികളും കൂടെ വന്നുകൊണ്ടാണ്. ആണവ പദ്ധതികൾ വന്നിട്ടാണ്. അവിടെ ചിലവ് കൂടുതലാണ്. നോർമലായിട്ട് നമുക്ക് ജലവൈദ്യുത പദ്ധതി കിട്ടുന്ന കറണ്ടിനായിരിക്കും ഏറ്റവും ചിലവ് കുറവ്, മറ്റേതിന് ഉറപ്പായിട്ടും ചിലവ് കൂടും. എല്ലാ പദ്ധതികൾക്കും, ജലവൈദ്യുത പദ്ധതി അല്ലാത്ത എല്ലാത്തരം പദ്ധതികൾക്കും ചിലവ് കൂടും. പിന്നെ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള സോളാർ പോലുള്ളതിൽ മാത്രമേ ഒരുപക്ഷെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ആണവോർജ്ജം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിൽ നിന്നുണ്ടാക്കുന്ന കറണ്ടിന് ചിലവ് കൂടുതൽ തന്നെയാണ്. പക്ഷേ ചില രാജ്യങ്ങൾക്ക് വേറെ വഴിയില്ല. ഇപ്പം പല രാജ്യങ്ങൾ, സൗത്ത് കൊറിയ ആണവശക്തിയല്ല, ആണവായുധമില്ല, പക്ഷെ അവിടെ ന്യൂക്ലിയർ പ്ലാന്റുകളുണ്ട്. അവർക്ക് അവരുടെ ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ പല രാജ്യത്തും ഉണ്ട്. ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടി നടത്തട്ടെ, അതിന് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ആണവോർജ്ജ ഏജൻസി അവിടെ വന്ന് നോക്കുന്നത്, അവിടെ ഇവരെന്താ ആവശ്യമാണ് ഉപയോഗിക്കുന്നത് എന്നറിയുന്നത്. പിന്നെ അണുബോംബ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. സ്വമ്പഷ്ടീകരണം എന്ന് പറയുന്നത് വളരെയധികം പണിപ്പാടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ തന്നെ അതിലൊരു യഥാർത്ഥ സക്സസ് അല്ല എന്നുള്ളതാണ്. എങ്കിലും ആണവോർജ്ജ കാര്യത്തിൽ ഇന്ത്യ പല പല മുന്നേറ്റങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ലോകോപകാരപ്രദമാണ് പല രീതിക്ക്. ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ പോലും നമുക്ക് വേണമെങ്കിൽ പല പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ പോലുള്ള ഗവേഷണങ്ങൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അത്തരം വിത്തുകൾ കർഷകർക്ക് ഉപയോഗിക്കാൻ പാകത്തിന് പുറത്തോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത്തരം കാര്യങ്ങൾ വരെ ഗവേഷണം ധാരാളം നടന്നിട്ടുണ്ട്. നമ്മളെ ആൾക്കാർ അക്കാര്യത്തിൽ മോശമൊന്നുമല്ല. എന്തായാലും ലോകത്തെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇസ്രായേൽ, അവർ സ്വയം മര്യാദ കാണിക്കാൻ തയ്യാറില്ല. അപ്പം ഇറാൻ്റെ നേരെയുള്ള അവരുടെ ആരോപണം ഇറാൻ മര്യാദ കാണിക്കുന്നതല്ലെന്നുള്ളതാണ്, അങ്ങനെയുള്ളതാണ്. അങ്ങനെയെങ്കിൽ പരസ്പരം മര്യാദ കാണിക്കാത്ത, ലോകത്തോട് മര്യാദ കാണിക്കാത്ത രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആണവ വിഷയത്തിൽ പരസ്പരം അടിക്കാൻ പോവുകയാണ്. പിന്നെ ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വാറുണ്ടായിരുന്നു. ഇസ്രായേൽ ആദ്യം ഇറാനെ ആക്രമിച്ചു, അത് കഴിഞ്ഞ് അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിച്ചു. അമേരിക്ക ക്ലെയിം ചെയ്തൊരു കാര്യമുണ്ട്,
ഇറാൻ്റെ ആണവായുധങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇറാൻ ആണവായുധം ഇല്ല, ഞങ്ങൾ ലോകത്ത് സമാധാനം നടപ്പാക്കിയെന്നാണ്. അങ്ങനെ സമാധാനം നടപ്പാക്കിയെങ്കിൽ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആക്രമിക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യം ബാക്കിയാണ്. അപ്പോൾ അന്ന് പറഞ്ഞത് നുണയാണോ? അന്ന് ആക്രമിച്ചിട്ടില്ലേ? അന്ന് ആണവകേന്ദ്രങ്ങളിൽ ബോംബിട്ടിട്ടില്ലേ? ഉണ്ട് എന്നാണെങ്കിൽ ഇറാൻ്റെ ആണവകേന്ദ്രങ്ങളെ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ, ഇറാൻ്റെ ആണവ ഭീഷണി അന്ന് ട്രംപ് ക്ലെയിം ചെയ്ത പോലെ ഇല്ലാതായിയെങ്കിൽ ഇപ്പോൾ ആക്രമിക്കുന്നത് എന്തിനെ? പക്ഷേ അവർ ആക്രമിച്ചു. ആണവായുധം ഇറാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആക്രമിച്ചു. ഇനിയിപ്പോൾ ഇറാൻ ആത്മഹത്യാപരമായിട്ടുള്ള നിലപാടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക സർ? അത് ആദ്യം ബാധിക്കുന്നത് ഏതൊരു ആണവ കേന്ദ്രം ആക്രമിച്ചാലും അണുവികരണം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം. ആദ്യത്തേത് ന്യൂക്ലിയർ റേഡിയേഷൻ ആദ്യം ബാധിക്കുന്നത് ഇസ്രായേലിനെയാണ്. പക്ഷേ ഇസ്രായേലിന് അധികം അകലത്തല്ലാണ്ട് വെറും 30-40 കിലോമീറ്റർ ദൂരത്ത്, ഈ ആണവ കേന്ദ്രത്തിൽ നിന്ന് വെറും 30 കിലോമീറ്റർ അപ്പുറത്ത് ഒക്കെ ചില രാജ്യങ്ങളുണ്ട്. ഒന്ന് ജോർഡാനാണ്, മറ്റേത് ഈജിപ്റ്റാണ്. കാരണം ഇസ്രായേൽ തന്നെ ചെറിയ രാജ്യമാണ്. നമ്മുടെ എറണാകുളം ജില്ലയുടെ സൈസ് മാത്രമുള്ള സ്ഥലം, എറണാകുളം ജില്ലയുടെ സൈസുള്ള സ്ഥലത്ത്, ആ പെരുമ്പാവൂർ പോലുള്ള സ്ഥലത്ത് ഒരു ആണവ കേന്ദ്രം ഉണ്ടാവുകയും അതിൽ വികരണ ചോർച്ച ഉണ്ടാവുകയും ചെയ്താൽ അത് എറണാകുളത്തെ മാത്രമല്ല, അത് കോട്ടയത്തെയും ബാധിക്കാം, ഇടുക്കിയെയും ബാധിക്കാം, തൃശ്ശൂർ ജില്ലയും ബാധിക്കാം. ഇങ്ങനെ 3 ജില്ലയെ ബാധിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവിടുത്തെ സ്ഥിതി. വലിയ ദൂരത്തല്ലാണ്ട് 2-3 രാജ്യങ്ങൾ കിടക്കുക. അപ്പം ഇസ്രായേലുമായിട്ട് അവർക്ക് നല്ല ബന്ധം ഉണ്ടെങ്കിലും ചീത്ത ബന്ധം ഉണ്ടെങ്കിലും ഈ അണുകേന്ദ്രത്തിന് പ്രശ്നം ഉണ്ടായാൽ ബാധിക്കാം. സത്യത്തിൽ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. അവർ തന്നെ ഇസ്രായേലിന് ആവശ്യപ്പെടണം, നിങ്ങൾ ഈ സാധനം ഇവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇനി ഇറാൻ്റെ ആക്രമണമല്ല, അല്ലാതെ അണുവികരണ ചോർച്ച ഉണ്ടായാലും അവരെ ബാധിക്കും. ഇതാണ് ആദ്യത്തെ പ്രശ്നം. 2, ഒരു ആണവ കേന്ദ്രം ആക്രമിക്കുക എന്നുള്ളത്. ഇപ്പം നിലവിൽ ആണവ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ടഡ് ആക്രമണം, പരസ്യമായിട്ട് വന്നേക്കണ ആക്രമണം 2 എണ്ണമാണ്. അത് ഇന്ത്യ അതിനകത്ത് റിപ്പോർട്ടഡെന്ന് വേണമെങ്കിലും ക്ലെയിം ചെയ്തിട്ടില്ല ഞങ്ങൾ ആക്രമിച്ചു എന്ന്. കിറാന ഹിൽസ്, അത് അതിൻ്റെ സെൻട്രല്ല ആക്രമിച്ചത്, അതിലേക്കുള്ള വാതായനങ്ങളാണ്, ഡോറുകൾ, ആ ഗേറ്റ് വേസ് ആണ്. അത് അടച്ചു കളഞ്ഞു. അതിലെ യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലുള്ള ഭാഗം ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. രണ്ടാമത്തത് US ക്ലെയിം ചെയ്ത ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ഞാൻ ബോംബിട്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഉണ്ടായ ആണവ ചോർച്ചയെ പരിഹരിക്കാൻ ഇറാനോ അമേരിക്കയോ വല്ല നടപടി എടുത്തിട്ടുണ്ടോ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ ഇപ്പോൾ ആക്രമിക്കുമ്പോൾ മറ്റേ 2 ആക്രമണത്തെക്കുറിച്ചും സ്ഥിരീകരണം കറക്റ്റല്ല. പക്ഷേ ഡിമോണയിൽ ആക്രമിക്കുകയാണെങ്കിൽ ഒറിജിനലി ഇസ്രായേലിൻ്റെ കയ്യിലുള്ളൊരു സെൻറ്റർ തന്നെയായിരിക്കും. ഒന്നാമത് ഇസ്രായേലിന് വലിയ സൈസൊന്നുമില്ല. അവിടുത്തെ മുഴുവൻ മാപ്പിങ്ങും ഒരുപക്ഷെ ലോകത്ത് പല രാജ്യങ്ങളുടെയും കയ്യിലുണ്ടാകും. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ US വെറുതെ ഇരിക്കുമോ? ഇവിടെ അവർ വെറുതെ ഇരിക്കുന്നുള്ള ചോദ്യം വിഡ്ഢിത്തമാണ്. അവർ വെറുതെ ഇരിക്കുകയല്ലല്ലോ, ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കില്ലേ. അല്ല, ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ്? ഞാൻ അതാ ചോദിക്കുന്നത്. ഇത് കൂടുതൽ എന്ത് ചെയ്യാനാണ്? ഇസ്രായേൽ വെറുതെ ഇരിക്കുമോ? US വെറുതെ ഇരിക്കുമോ? ഈ ചോദ്യത്തിന് എന്താ അർത്ഥമുള്ള? വെറുതെ ഇരിക്കാനാണെങ്കിൽ അവരിപ്പോൾ പോയി വെറുതെ ഇരിക്കുക വേണ്ടത്. അവർ വെറുതെ ഇരിക്കുകയല്ല, അവർ അനാവശ്യമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിന് ആവശ്യമില്ലാത്ത, ലോകത്തെ പ്രതിസന്ധിയിലാക്കുന്ന, വേണമെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കാൻ പറ്റിയ ഒരു മഹായുദ്ധത്തിനാണ് അവർ കോപ്പ് കൂട്ടിയേക്കണേ. ഇതിലേക്ക് ചൈനയും റഷ്യ ഇൻവോൾവ് ആയാൽ ലോകമായ യുദ്ധമാവും. അവർ വെറുതെ ഇരിക്കുകയല്ല, അവരൊരു അനാവശ്യ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന് ഏറ്റവും തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഇറാനെ ആക്രമിച്ചത് കൂടെ. മിഡിൽ ഈസ്റ്റിന് മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഇന്ത്യയോടൊക്കെയുള്ള രാജ്യങ്ങൾക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. അവർ വെറുതെ ഇരിക്കുകയല്ല, അവർ ലോകത്തെ നശിപ്പിക്കുകയാണ്. ഇറാനിൽ പിന്നെ കൂടി വന്ന ഏറ്റവും അവസാനം അവർക്ക് ചെയ്യാൻ പറ്റിയ ഏക കാര്യം ഒരു ന്യൂക്ലിയർ മിസൈൽ അടിക്കുക എന്നുള്ളതായിരിക്കും. അത് വരുവാണെങ്കിൽ വന്നോട്ടെ എന്ന് ഇറാൻ പറയണേ. അവരുടെ ഇത്രയുള്ള പ്രവർത്തികൾ കൊണ്ട് നമുക്ക് അതേ മനസ്സിലാക്കാനുള്ളൂ. അവർ ആണവ കേന്ദ്രത്തിൽ അടിച്ചാൽ തിരിച്ച് ആണവഗ്രഹണം ഉണ്ടാവാം. വന്നോട്ടെന്ന് പറയും. അതിൻ്റെ ദോഷം അനുഭവിക്കാൻ പോണ ഇറാൻ മാത്രമായിരിക്കില്ല, ചുറ്റുമുള്ളവരുമായിരിക്കും. പക്ഷേ അവിടെ കൊണ്ടും പ്രശ്നം തീരത്തില്ല. പക്ഷെ ഇറാന് വെളിയിലും ഷിയാക്കളുണ്ട്, അവരിനിയും കുഴപ്പമുണ്ടാക്കും. അത്തരമൊരു വലിയ കുഴപ്പങ്ങളുടെ ഭാണ്ഡക്കെട്ട് അമേരിക്ക തുറന്നിരിക്കുന്നു. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, പണ്ടോറാസ് ബോക്സ്, പണ്ടോറയുടെ പെട്ടി എന്ന് പറയും. അത് തുറന്നപ്പോൾ മുഴുവൻ കുഴപ്പങ്ങളാണ് വെളിയിൽ ചാടിയത്. അമേരിക്ക ആൻഡ് ഇസ്രായേൽ ഇവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു പുതിയ കാലഘട്ടത്തിലെ പണ്ടോറാസ് ബോക്സാണ്. അതിൻ്റെ ദോഷം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടിയും വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.